ഹലോ, വെൽക്കം ടു റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കുട്ടമ്പുഴയിലുള്ള ഒരു 12 ഏക്കർ സ്ഥലവും അതിനകത്തുള്ള മരങ്ങൾ, ആദായങ്ങൾ, കാര്യങ്ങളൊക്കെയാണ്. റിസോർട്ട് മേഖലയ്ക്ക് ഇതിൽ പറ്റിയ ഒരു സ്ഥലത്തിന് മേലുള്ള ഒരു സ്ഥലവും നമുക്ക് കിട്ടാനില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഏത് രീതിയിലുള്ള റിസോർട്ട്, അപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ആയുർവേദ ഹോസ്പിറ്റല്, ഇതിനെല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം. ഇതിനകത്ത് നിൽക്കുന്ന ജാതി, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, എല്ലാവിധ ആദായങ്ങളും, മാവ്, ഇത് കണ്ടോ, മാവ്, കടച്ചക്ക എന്നുകൊണ്ട് എല്ലാവിധ സാധനങ്ങളും ഉള്ളൊരു അടിപൊളി പറമ്പാട്ടോ. മൊത്തം കരഭൂമിയാണ്. ഇത് ഏറ്റവും അനുയോജ്യം നമുക്ക് റിസോർട്ടും അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റല് കാര്യങ്ങൾക്കാണ്. ഇതിൻ്റെ പുഴ സൈഡ് എന്ന് പറഞ്ഞാൽ 3 സൈഡ് പുഴയാണ്. ഒരിക്കലും ഇതിനകത്തേക്ക് വെള്ളം കയറില്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ കാണാം, എല്ലാം ഓരോ ഹട്ടുകൾ അടിച്ച് റിസോർട്ടുകൾ ചെയ്തിട്ടേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് പൂത്താങ്കട്ടിയിൽ നിന്ന് വരുന്ന ബോട്ടുകൾ, ടൂറിസ്റ്റ് ചെയ്തിരിക്കുന്ന ബോട്ടുകൾ, കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പോകുന്നതാണ്. വള്ളങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങൾ നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കാണും എന്ന് തോന്നണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു പുഴ സൈഡിൽ വന്നപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് ശരിക്കും കാണിച്ചു തന്നില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പുഴ സൈഡ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ലൈവായിട്ട് തന്നെ ഒന്ന് എടുത്ത് ചെയ്തേക്കാം എന്ന് കരുതിയത്. നോക്ക്, ഇതിൻ്റെ ഒരു വ്യൂ നോക്ക്. ഇതേ ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്താ ഒരു വൈബ് അല്ലേ? ആ സൈഡിലൊക്കെ ആണെങ്കിലും നല്ല മലയും, അതുപോലെ അവിടെയൊക്കെ ഓരോ റിസോർട്ടുകളാണ് അതൊക്കെ ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെ സൈഡിൽ ഓപ്പോസിറ്റ് ഒരു കടവും, അതിമനോഹരമാട്ടോ. ഇത് വിദേശികൾ, ഞങ്ങൾ ഒത്തിരി പേര് ഇത് സ്ഥലങ്ങൾ കണ്ടിറങ്ങി പോണ കൂട്ടത്തിൽ ഇവിടെ വിദേശികൾ വന്നും ഈ സ്ഥലം കണ്ടു കണ്ടു. കാര്യം ഇതിനകത്ത് കണ്ടമാനം ഫ്രൂട്ട്സ് കാര്യങ്ങൾ നട്ടിട്ടുണ്ട്. മാങ്കോസ്റ്റി, കൊക്കോ, തെങ്ങൊക്കെ കാച്ചി കിടക്കണം കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. തെങ്ങൊക്കെ കൊല കുത്തിയാണ് കാച്ചി കിടക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങൾ വന്ന് എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കണത്. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വസ്തു വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ, ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിനകത്ത് പറ്റില്ലാത്ത കിണർ, വെള്ളം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പുഴ ഇത്രയും ചേർന്ന് കിടക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ നിറഞ്ഞ കിടക്കും. ഇഷ്ടംപോലെ വെള്ളം. നാരകം, ഇരുമ്പമ്പുളിയൊക്കെ പല ചോടും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ പുഴ സൈഡ് ഇങ്ങനെ അങ്ങ് പോവുക. ഇത് നനയ്ക്കാൻ, പറമ്പ് നനയ്ക്കാൻ മോട്ടർ 2-3 പുഴയിൽ നിന്ന് മോട്ടർ വെച്ചിട്ടുണ്ട് നനയ്ക്കാനായിട്ട്. ഇതുണ്ട്, ജാതി തൈകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബഡ് ജാതിയായിട്ട് നടാനായിട്ടാണ്. ഇവിടെയും കുറച്ച് തൈകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. കൊതിയാവട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറമ്പ് കാണുമ്പോൾ. അതുപോലെ ഭംഗിയായിട്ട് നനച്ചും ഇതെല്ലാം കൊണ്ട് നടക്കണ ഒരു സ്ഥലമാട്ടത്. ഇത് തേങ്ങയൊക്കെ കൈകൊണ്ട് ഇട്ടുകൊണ്ട് വന്നു തോന്നുന്നു. കൊക്കോയൊക്കെ കായെടുത്തിട്ട് അതിൻ്റെ തൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ പുഴയുടെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 1.5 വ്യൂ ആട്ടോ. ഇത് 12 ഏക്കറോളം സ്ഥലമാണ്. ഇത് മൊത്തം കയറി കിടന്ന് കാണിക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ഒരു പരിധി വരെ ഞങ്ങളെ എടുത്ത് കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് അതാ പറഞ്ഞ എന്താ ഒരു വ്യൂ നോക്കി. ഇതിപ്പോൾ ഞങ്ങളിവിടെ ആത്തക്കായൊക്കെ ഉണ്ടായി വിരിഞ്ഞ് കിടക്കണ്ട ഇതിനകത്ത് എല്ലാം. ചുറ്റും ആത്തമരമൊക്കെ ഈ പുഴ സൈഡ് വലിയ ആത്തമരങ്ങളാട്ടോ. എല്ലാം തെങ്ങും തൈകളും അടിപൊളി. എന്താണേലും ഇത് ആരും മേടിച്ചില്ലേലും ഇത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമുണ്ട്. തെങ്ങൊക്കെ കൊല കുത്തി കായ്ച്ച് കിടക്കണം കണ്ടു കഴിഞ്ഞാൽ കൊതി വരും. അയ്യോ, അതിനകത്ത് ഇപ്പം ഇട്ടാൽ കിട്ടൂട്ടോ ഒരു 200 തേങ്ങയെങ്കിലും ചുരുങ്ങിയത്. ഇതുപോലെ കാച്ചി കിടക്കണ തെങ്ങാട്ടോ ഒട്ടുമിക്കതും. ബിജു, നമുക്ക് ആ സൈഡിലേക്ക് പോവാം.
നല്ല വെള്ളത്തിനുണ്ട് കാണട്ടെ. ഇതിൽ അപ്പൊ ഈ പറമ്പിൽ കൂടെ കയറി കിടന്ന് ഞങ്ങള് അതിൻ്റെ അകത്തൊക്കെ കുരുമുളക് കയറ്റി വിട്ടേക്കും കേട്ടോ. എല്ലാത്തിനകത്തും കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട്. ജാതിക്ക കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാൻ വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ആദായത്തിൻ്റെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഇതിനകത്ത്. അല്ല വിജു, ഇനിയിപ്പോൾ അതിനകത്ത് കൂടുതൽ നമുക്ക് വിവരിക്കാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഈ 12 ഏക്കർ ഹട്ടടിച്ച റിസോർട്ട് ഇഷ്ടംമാതിരി പോയി. ഇപ്പം ഞങ്ങൾ തൊട്ടപ്പുറം റിസോർട്ട് പോയി കണ്ടായിരുന്നു. അവിടെ സായിപ്പും സൈക്ലിങ് ആൾക്കാരും ആയിട്ട് കുറേ പേര് അവിടെ ഉണ്ട്. കുമ്പളങ്ങ ഉണ്ടായിക്കണ. ആ എത്ര എണ്ണം ഉണ്ടായി കിടക്കണേ. അപ്പൊ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് വിവരിച്ച് പറയേണ്ട കാര്യമില്ല. ഈ പറമ്പ് അത്യാവശ്യം ഞങ്ങൾ വീഡിയോ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ ഈ സ്ഥലത്തിൻ്റെ ഒരു റേഞ്ച് എന്നാന്നുള്ളത്. അപ്പോൾ ഇത് 12 ഏക്കർ സ്ഥലമാണ് വരുന്നത്. കുട്ടമ്പുഴ മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്ക്. നല്ല കണ്ടെയ്നർ വരുന്ന വഴിയാണ് കേട്ടോ ഇതിനകത്തേക്ക് വരുന്നത്. അതല്ലാണ്ട് ചെറിയ വഴിയൊന്നുമല്ല, അത്യാവശ്യം വീതി കൂടിയ നല്ല വഴിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ അടുത്തൊരു ആയുർവേദ റിസോർട്ടുകാരൻ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ട് നല്ല പുഴയുടെ വ്യൂ ഉള്ള സ്ഥലം ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് തന്നെ. കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കണം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഫുൾ കവർ ചെയ്യാതേക്കാമെന്ന് വിചാരിച്ചു. മാംഗോസ്റ്റിയൊക്കെ നിൽക്കണമെങ്കിൽ ഇഷ്ടംമാതിരി മാംഗോസ്റ്റി, കൊക്കോ ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. ഉണ്ടോ കുരുമുളക് കിടക്കാനുണ്ടോ? തെങ്ങിനകത്ത് തേങ്ങയുണ്ട്, കുരുമുളകുണ്ട്, പ്ലാവുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇവിടം വരെ പറമ്പിൻ്റെ എങ്ങോട്ട് വേണേലും വണ്ടി ഉണ്ടാവും. പിന്നെ ഈ സ്ഥലം അങ്ങോട്ട് കിടക്കും തെങ്ങും തോപ്പും ഇതായിട്ട്. അപ്പോൾ മൊത്തം ഞങ്ങൾ കയറി ഇറങ്ങുന്നില്ല. സംഭവം പ്രത്യേകിച്ച് പറയാനില്ല. ഇതാണ് ഇതിനകത്തുള്ളത് മുഴുവൻ. അങ്ങേറ്റം തെങ്ങും തോപ്പൊന്ന് സൂം ചെയ്താ കണ്ടോ? ഇതെല്ലാം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കാര്യങ്ങൾ ഇഷ്ടമായി, ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുക താല്പര്യമുള്ളവർ. ഓക്കെ. ഹലോ, ഇതേ ഈ നമ്മുടെ 12 ഏക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ അങ്ങറ്റം ആ കന്നാര നിൽക്കുന്നുണ്ടോ, ആ തൈ റബ്ബർ അവിടെ മുതലായിട്ട് നമ്മുടെ 12 ഏക്കർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ പോസ്റ്റിന്റെ അതിന് അങ്ങറ്റം നിൽക്കണ പോസ്റ്റ് തൊട്ട് സ്ഥലം സ്റ്റാർട്ട് ചെയ്യുവാണ്. അവിടെ നിന്ന് ഈ തൈ റബ്ബർ നിൽക്കണല്ലേ അങ്ങറ്റം വരെ അങ്ങ് പോവാട്ടോ ഈ സ്ഥലം.
അങ്ങറ്റം വീടുകളൊക്കെ കാണാം. അതും പുഴയാട്ടോ, ആ സൈഡും പുഴയാണ്. ആ സൈഡിലും പുഴയാണ്. ഈ ലോറി കിടക്കുന്നതിൻ്റെ അങ്ങറ്റവും പുഴ കയറി കിടക്കുന്ന കേട്ടോ. അത് അങ്ങനെ പോയിട്ടാണ് നമ്മുടെ പുഴ സൈഡിലേക്ക് പോകുന്നത്. ഈ സ്ഥലം ഒരു സൂപ്പർ സംഭവമാണ്. കന്നാര വെട്ടിക്കൊണ്ട് പോവുകയാണ്. പൈനാപ്പിള് ആദായത്തിൻ്റെ ടൈം. അപ്പോൾ നമ്മുടെ ഈ കുട്ടമ്പുഴയിലുള്ള ഈ 12 ഏക്കർ സ്ഥലം ഇതിന് ഓണർ ആവശ്യപ്പെടുന്നത് സെൻറ്റിന് 1 ലക്ഷം രൂപ വെച്ചാട്ടോ. അത് നെഗോഷ്യബിൾ ആണ്. പക്ഷെ സംഭവം എല്ലാ രീതിയിലും ഉപകരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വഴിയാണേലും ഏത് വണ്ടിക്കും വരാവുന്ന രീതിയിലുള്ള വഴിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ.